ഹായ്, എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ശ്രീലങ്കയിലേക്ക് ടൂറിസ്റ്റ് പർപ്പസിന് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ശ്രീലങ്ക 8 യുനെസ്കോ ലിസ്റ്റഡ് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉള്ള ഒരു ആകർഷണീയമായൊരു സ്ഥലമാണ്. അത് ഒരുപാട് ഫോറിനേഴ്സ്, ഒരുപാട് വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാരും ബഹുഭൂരിപക്ഷം വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ അത്രയും ടൂറിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഗോവ ഇതിലും കുറച്ച് കുറവായിരിക്കും. അത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു നല്ല പ്രൈം ലൊക്കേഷനാണ് ശ്രീലങ്ക. നമ്മൾ കണ്ടാൽ വെർത്താണ്. അതായത് ശ്രീബുദ്ധൻ്റെ പല്ല് വെച്ചിട്ടുള്ളൊരു ടൂത്ത് ടെമ്പിൾ എന്നൊരു യുനെസ്കോ സൈറ്റുണ്ട്. ഗുഹാക്ഷേത്രം, ഒരു ഗോൾഡൻ ടെമ്പിളിനോട് അടുത്തായിട്ടൊരു ഗുഹാക്ഷേത്രമുണ്ട്. അതൊരു മലയുടെ മുകളിലാണ്. അപ്പോൾ അത് കേവ് ടെമ്പിൾ, ശ്രീബുദ്ധൻ്റെ ഒരു കേവ് ടെമ്പിൾ ഉണ്ട് അവിടെ. പിന്നെ സിഗുരിയ എന്നൊരു കാശ്യപ് രാജാവിൻ്റെ ഒരു കോട്ടയുണ്ട്. അങ്ങനെ ഗല്ലെ ഫോർട്ടുണ്ട്. പിന്നെ മിറീസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോൾഫിൻ വാച്ചിങ് ടൂർ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലങ്ങളൊക്കെ ഉള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ശ്രീലങ്ക. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശ്രീലങ്ക. പക്ഷേ അവിടെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ആദ്യമായിട്ട് പറയുന്നത്, നമ്മളുടെ കറൻസി ഒരു 25,000 രൂപയെങ്കിലും നമ്മൾ വിത്ഡ്രോ ചെയ്ത് ക്യാഷായിട്ട് നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് 25,000 രൂപ കൊണ്ടുപോകാം. ഏതൊരു എബ്രോഡ് പോകുമ്പോൾ കൊണ്ടുപോകാം. 25,000 രൂപ ക്യാഷായിട്ട് കൈ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കുറച്ച് പൈസ ശ്രീലങ്കൻ റുപ്പിയായിട്ട് നമുക്ക് അവിടെ ചെന്ന് പുറത്ത് എയർപോർട്ടിൽ മാറുന്നതിൽ നല്ല ശ്രീലങ്കയിൽ തന്നെ പുറത്ത് മാറുന്നതാണ്. അവിടെ സൺഡേ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ഷോപ്പുകൾ ഉണ്ടാവില്ല. അങ്ങനെ കൂടെ ശ്രദ്ധിക്കണം. വീക്കെൻഡായിരിക്കും മിക്കവാറും പോകുന്നത്. അപ്പോൾ നമുക്കവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടുന്നതിനുള്ള കുറച്ച് പൈസ, ഒരു 20,000 ശ്രീലങ്കൻ രൂപ. നമ്മൾ അത് 20,000 ശ്രീലങ്കൻ രൂപ എന്ന് വെച്ചാൽ നമ്മൾ അതിൽ 3 ഇന്ത്യൻ റുപ്പിയുടെ 3 രൂപ 62 പൈസയാണ് ഇന്നത്തെ റേറ്റ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് 20,000 ശ്രീലങ്കൻ രൂപ കയ്യിൽ വയ്ക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. 25,000 രൂപയോ ക്യാഷ് ഇന്ത്യൻ രൂപ കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ഒരു ടൂർ ഓപ്പറേറ്റർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, ടൂർ ഓപ്പറേറ്ററിലാണ് നമ്മുടെ കീഴിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം കുറച്ച് പൈസ വെച്ചാൽ മതിയോ. കാരണം എല്ലാ ഓൾറെഡി നമ്മൾ പെയ്ഡ് ആയിരിക്കുമല്ലോ. ഒരു 40,000 മുതൽ 45,000 രൂപ വരെ ഉള്ള പാക്കേജ്, ഇന്ത്യൻ രൂപയുടെ പാക്കേജാണ് അവർ ഓഫർ ചെയ്യുന്നതെങ്കിൽ, ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ്, അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എങ്കിൽ അതൊരു നല്ല പാക്കേജാണ്. അത് നിങ്ങൾക്ക് സ്വീകരിച്ച് പോകുന്നതായിരിക്കും നല്ല അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ചിലവിനുള്ള കുറച്ച് പൈസ, ഒരു 10,000, 20,000, 30,000, 40,000, ഒരു ഫാം ആണെങ്കിൽ ഒരു 20,000 രൂപ നമുക്ക് ക്യാഷായിട്ട് മാറി വയ്ക്കുന്നതല്ല. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ മാറി എടുക്കാവുന്നതാണല്ലോ. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ എന്നല്ല പറയുന്നത്, നമ്മൾ കുറച്ച് ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ കൂടുതൽ പേർക്കും സിംഹള ഭാഷ സംസാരിക്കുന്നതിനുള്ള കൂടുതൽ വരും. അപ്പോൾ നമ്മൾ പല റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും, പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരും. അവർക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളമോ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ തമിഴ് ഞാൻ സംസാരിച്ചു, പക്ഷേ അവർക്ക് സിംഹളീസിന് അങ്ങനെ തമിഴും അത്ര ഫ്ലുവൻ്റ് അല്ല. അവർക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതൊന്ന് അങ്ങനെ നമുക്ക് ആംഗ്യഭാഷ മലയാളീസിനെ എവിടെ പോലും കാണിച്ച് അങ്ങനെ പരിചയമായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് മലയാളീസിന് അങ്ങനെ എവിടെ പോലും പൊരുത്തപ്പെടാനുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് ഫേസ് ചെയ്യാവുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ. പിന്നെ രണ്ടാമത്തെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവിടുത്തെ ജീവിത ചെലവാണ്. നമ്മളിവിടുന്ന് ഒരു 5,000 രൂപ അവിടെ പോയി മാറിക്കഴിഞ്ഞാൽ ഒരു 16,000 രൂപ അടുത്ത് നമുക്ക് പൈസ കിട്ടും. 16,000 രൂപ 17,000 രൂപ പൈസ കിട്ടും. ഈ പൈസ കൊണ്ട് അവിടെ സ്പെൻഡ് ചെയ്യാമെന്നുള്ള ധാരണ തെറ്റാണ്. അവിടെ ഭയങ്കര ചിലവാണ്. അതൊരു ഐലൻഡ് കൺട്രി ആയതുകൊണ്ട് എല്ലാം ഷിപ്പ് വഴി വരുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചിലവ്. ആൻഡമാൻ നിക്കോബാറും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചിലവേറിയ രാജ്യമാണ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ആൻഡമാൻ. ചിലവേറിയ രാജ്യമാണ് ശ്രീലങ്ക. നമ്മൾ ഒരുപാട് പൈസ ഒരു ദിവസം പുറത്തു വരുമ്പോൾ ചിലവാകും. അത് റൂമിന് 5,000 രൂപ ശ്രീലങ്കൻ റുപ്പീസ് ചിലവാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി ചിലവാണ്. അതായത് അവിടുത്തെ ലൊക്കേഷൻസ്, നമ്മൾ എയർപോർട്ട് കാട്ടുനായ എന്ന സ്ഥലത്ത് എയർപോർട്ട്, കൊളംബോയ്ക്ക് 35 കിലോമീറ്റർ അകലെയുള്ള കാട്ടുനായയിലാണ് എയർപോർട്ട്. അവിടുന്ന് കൊളംബോയ്ക്ക് 35 കിലോമീറ്റർ ഉണ്ട്. നമ്മളങ്ങോട്ട് ടാക്സി പിടിക്കാൻ നോക്കിയാൽ ഒരു 5,000, 6,000, 7,000 രൂപ ടാക്സിക്കായി വരും. അവിടെ യൂബർ പോലെ പിക്മി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് കുറച്ചുകൂടെ കുറവാണ്, യൂബറിനേക്കാളും കുറച്ച് കുറവില്ല. അത് ശ്രീലങ്കയിൽ തന്നെയുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ കുറവാണ്. അപ്പോൾ ഇവിടെയുള്ള 8 പിന്നെ യുനെസ്കോ ലിസ്റ്റഡ് ഹെറിറ്റേജ് സൈറ്റുള്ള സ്ഥലമാണ് ശ്രീലങ്ക. ഞാൻ പറഞ്ഞല്ലോ, കാൻഡി എന്ന സ്ഥലത്താണ് ടൂത്ത് ടെമ്പിൾ ഉള്ളത്. സിഗുരിയ എന്ന സ്ഥലത്താണ് കോട്ടയുള്ളത്. പിന്നെ ഗല്ലെ ഫോർട്ട് ഉള്ളത് അതിൻ്റെ തെക്കേ അറ്റത്താണ്. അപ്പോൾ ഈ സിഗുരിയ ടു ഗല്ലെ ഫോർട്ട് 300 കിലോമീറ്ററാണ്. കാട്ടുനായ എയർപോർട്ട് ടു സിഗുരിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 150 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ സിഗുരിയയിൽ നിന്ന് കാൻഡി എന്ന സ്ഥലത്തേക്ക്, ടൂത്ത് ടെമ്പിളുള്ള കാൻഡി എന്ന സ്ഥലത്തേക്ക് 80-90 കിലോമീറ്റർ വരും. അതുപോലെ കൊളംബോയിൽ നിന്ന് പിന്നെ ഈ പറഞ്ഞ ഗല്ലെ ഫോർട്ട് എന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 200 കിലോമീറ്റർ ദൂരം വരും.
അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും പോകാമെന്നുള്ളത് ടൂറിസ്റ്റ് പാക്കേജാണെങ്കിൽ ഓക്കെ. ഇൻഡിവിജ്വലായി പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ഇൻഡിവിജ്വലായിട്ട് അവിടെ സ്വന്തമായിട്ട് പോകാൻ തീരുമാനിക്കുന്നത് കുറച്ച് പൈസ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കയ്യിൽ വയ്ക്കുക. പിന്നെ അവിടെ ടാക്സി ഫെയർ, ഉദാഹരണം നമ്മൾ കാട്ടുനായക എന്ന സ്ഥലത്ത് നിന്ന് സിഗുരി എന്ന സ്ഥലത്തേക്ക് ആദ്യ ദിവസം പോകാൻ തയ്യാറെടുത്ത് നോക്കിട്ടെ. നിങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ സൈഡ് 17,000 രൂപ ടാക്സി ഫെയർ വരും. അപ്പ് ആൻഡ് ഡൗൺ തിരിച്ചാ റൂമിലേക്ക് വരുമ്പോൾ 34,000 ശ്രീലങ്കൻ റുപ്പീസ് ഒരു സൈറ്റ് കാണുമ്പോൾ നമുക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് എൻ്റെ സജഷൻ എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ട് അടുത്തായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഫ്രഷ് ആകാൻ തയ്യാറെടുക്കുന്നത്. അതിനുശേഷം കൊളംബോ സിറ്റിയിൽ ഫസ്റ്റ് ദിവസം പോയിട്ട് ടൂർ ചെയ്യുക. അന്നേരം തിരിച്ചു വരിക, ആ റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ് നല്ലത്. സിഗുരിക്ക് പോകണമെങ്കിൽ പോയിട്ട് വരാൻ നിൽക്കുന്നതിന് പകരം സിഗുരിയിലേക്ക് പോവുക, അവിടെ താമസിക്കുക. അവിടെ താമസിച്ചതിന് ശേഷം അവിടെ ഒരു റൂം എടുത്തതിന് ശേഷം അവിടുന്ന് സിഗുരിയെ പോയി കണ്ടിട്ട് തിരിച്ചു വരിക. സിഗുരി വലിയ കയറ്റാണ്. അന്ന് സിഗുരിയെ കണ്ട പിറ്റേ ദിവസം നമുക്ക് ആ ദിവസം ഒന്നും വേറെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടുള്ള കയറ്റാണത്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് തീരെ ടയർഡായിട്ടുണ്ടാവും. ലേഡീസൊക്കെ പ്രത്യേകിച്ചും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സോളോ ഡ്രൈവറിനെ എനിക്ക് പോലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോയി തിരിച്ചു വന്ന് റൂമിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ റൂമിനെടുത്ത് അവിടെ തന്നെ റൂമിനെടുത്തു കഴിഞ്ഞാൽ പോയി വരാനുള്ള പൈസ തുച്ഛമായ പൈസയേ ഉള്ളൂ. അങ്ങനെ വന്ന് എന്നിട്ട് സിഗുരിയ കണ്ടുവരാം. അതുപോലെ തന്നെ ഓരോ ഇതിപ്പോൾ ഇവിടെ തന്നെ പോകണമെന്നല്ല, ഓരോ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ആ ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരു സ്ഥലത്ത് 3 ദിവസം താമസിച്ചാലും വിവിധ സ്ഥലങ്ങളിൽ ഓരോ ദിവസം താമസിച്ചാലും എല്ലാം സെയിം ചിലവ് തന്നെയാണല്ലോ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറഞ്ഞിരിക്കും. പിന്നെ ഇനി അവിടുന്ന് പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് താമസിക്കുന്നിടത്ത് തൊട്ട് മെയിൻ ടൗൺ വരെ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഇത് പോയതിന് ശേഷം അവിടെ നിന്ന് AC ആയ വാനുകളുണ്ട്. നമ്മുടെ നാട്ടിലെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് ചെറിയ വാനുകളുണ്ട്, AC വാനുകളുണ്ട്. അതിന് ഇത്ര പൈസ ആവില്ല. ഒരു 100 കിലോമീറ്ററൊക്കെ 90 കിലോമീറ്ററൊക്കെ പോകുന്നതിന് 800 രൂപ 900 രൂപയൊക്കെ അവിടുത്തെ ചാർജ് വരുന്നുള്ളൂ. ടാക്സിക്കാണെങ്കിൽ അതൊരു 16,000 17,000 രൂപയ്ക്ക് വരും. അപ്പോൾ ഈ ടാക്സിയുടെ ഒരു ബുദ്ധിമുട്ടുള്ള അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളങ്ങനെ അത്തരം വണ്ടി സെലക്ട്, അപ്പോൾ അത്തരം വണ്ടി ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ടാക്സി ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ബഫർ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ദിവസം അര ദിവസമോ ബഫർ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം വരും. കാരണം ഹാഫ് ഡേ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും പൈസ നമ്മൾക്ക് പോയിട്ട് അവിടെ ഒരു കോസ്റ്റ് നമുക്ക് നഷ്ടം വരുന്നുണ്ട്. നമുക്കൊരു ഇറിറ്റേഷൻ അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് മുൻകൂട്ടി തന്നെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് ഹോട്ടലിൽ തന്നെ ചോദിച്ചിട്ട് പരമാവധി ചീപ്പ് ട്രാൻസ്പോർട്ടേഷൻ ചൂസ് ചെയ്യുക. തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് സമയം വേസ്റ്റാക്കാതെ ഒരു ക്യാബ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വെച്ചിട്ട് അവിടെ നിന്ന് മാറി കയ്യിൽ അഡ്വാൻസ് ആയിട്ട് വെക്കാനാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ 3 നൈറ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 5 നൈറ്റ് 6 ഡേ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് എൻജോയ് ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അവിടുത്തെ ടാക്സി ഫെയർ നമ്മളുടെ വിചാരിക്കുന്നതിലും വളരെയധികം കൂടുതലായതുകൊണ്ട് നമ്മൾ സ്ഥലങ്ങളിൽ പോയിട്ട് ഈ സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം വളരെ അകലത്തിലാണ്. 150, 200, 100 കിലോമീറ്റർ ദൂരെയാണ് ഓരോ സ്ഥലങ്ങളും. അപ്പോൾ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ പോയി വരുമ്പോൾ ഒരു വലിയൊരു സംഖ്യ നമുക്ക് ചിലവാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അത് ഒഴിവാക്കുക. നമ്മൾ ഒരു ചീപ്പ് ട്രാൻസ്പോർട്ടേഷൻ പരമാവധി സെലക്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫാമിലിയൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാബ് ബുക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ AC വണ്ടികളിലും പോകുന്നതാണ്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നം അവിടെ വരും. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നെ ഓരോ ടൂറിസ്റ്റ് സെൻറ്റേഴ്സിലും കനത്ത എൻട്രി ഫീ ആണ്. സിഗുരിയൊക്കെ ഓട്ടോ കാണുന്നതിന് 18 US ഡോളർ, നമ്മളുടെ ഒരു എത്ര 5,000 രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട്. 5,400 ശ്രീലങ്കൻ രൂപ കൊടുത്താൽ മാത്രമേ എൻട്രി ഫീ ഉള്ളൂ. ക്യാൻഡി ടൂത്ത് ടെമ്പിളിലേക്ക് പോകണമെങ്കിൽ എൻട്രി ഫീ 1,500 ശ്രീലങ്കൻ രൂപയാണ്. അതുപോലെ തന്നെ കേവ് ടെമ്പിൾ കാണുന്നതിന് 2,000 ശ്രീലങ്കൻ രൂപയാണ് എൻട്രി ഫീ. ഇപ്പം തന്നെ 10,000 രൂപ എടുത്ത് എൻട്രി ഫീ വന്നു കഴിഞ്ഞു. അപ്പോൾ എൻട്രി ഫീ ടാക്സിയെ കൂടെ നമ്മളാവും ഞെട്ടും. ഹോട്ടൽ ബില്ല് ഒരു ദിവസം 5,000 രൂപ കുറഞ്ഞ ഹോട്ടലോടെ കിട്ടില്ല. ചിലപ്പോൾ 4,500 4,000 കിട്ടിയാൽ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഹോട്ടലിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് പ്രധാനം. ട്രാൻസ്പോർട്ടേഷൻ എൻട്രി ഫീ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് വേണം. നമ്മുടെ ഒരു 5,000 രൂപ മുതൽ 17,000 രൂപ അവിടെ ഒന്നിനും തന്നെ തികയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ബോട്ടിൽ 500 രൂപയും ബ്രേക്ക്ഫാസ്റ്റിന്, 300 രൂപയും വെള്ളത്തിന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരാൾക്ക് ഒരു ഫാമിലിയാണ് കയറുന്നതെങ്കിൽ ഒരു 3,000 4,000 അവിടുത്തെ രൂപ അപ്പോൾ പോയി. നമ്മൾ 4,000 രൂപ 1,000 രൂപയ്ക്ക് വെറുതെ കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇത് ദിവസം ഇറങ്ങുമ്പോൾ തന്നെ ഇത്ര പൈസ പോയി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് കയ്യിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അവിടെ നമ്മളൊരിക്കലും അവിടെ പോയിട്ട് ATM കൗണ്ടറിൽ നിന്ന് നമ്മളുടെ വിസ കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും നഷ്ടങ്ങൾ സംഭവിക്കും.
നമ്മുടെ അവിടെ സർവീസ് ചാർജുകളും നമ്മൾ എബ്രോഡ് പോയി വിഡ്രോ ചെയ്യുന്നതിൻ്റെ ചാർജുകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാഷായിട്ട് മാറി ശ്രീലങ്കൻ രൂപ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മാറി അവിടെ പോയിട്ട് മാറി വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ശ്രദ്ധിച്ച് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം വളരെ അകലത്തിലാണെന്നുള്ളതും ടാക്സി ചാർജ് കൂടുതലാണെന്നുള്ളതും ലിവിങ് കോസ്റ്റ് കൂടുതലാണെന്നുള്ള കാര്യം അവിടെ പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന് പ്രിപ്പയർ ആയിട്ട് പോയാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് വരാം. വളരെ ലൈഫ് ടൈം ഒരിക്കൽ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ശ്രീലങ്ക. വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലം, വളരെ ഹിസ്റ്റോറിക്കലായിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.